ഇന്ന് നമ്മൾ പ്ലെയിൻ പണിയാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഇഡലി മാവ് രണ്ടാമത്തെ ദിവസത്തെ ഇഡലി മാവാണിത്. ആദ്യത്തെ ദിവസത്തിനേക്കാളും കുറച്ചും കൂടെ പുളി ഉണ്ടാവും രണ്ടാമത്തെ ദിവസത്തിൽ. അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. നല്ല പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റും അങ്ങനത്തെയാണ് ഇത്. നല്ല ബോൾ പോലെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇഡലി മാവ് ഉണ്ടാക്കാനായിട്ട് 3 കപ്പ് അരി എടുത്തു. ഇഡലിപ്പൊന്നിയാണ് എടുത്തത്. അതിലേക്ക് 1.5 കപ്പ് ഉഴുന്നെടുത്തു. പിന്നെ ഒരു 1/4 ടീസ്പൂണിനേക്കാളും കൂടുതൽ, 1/2 ടീസ്പൂണിനേക്കാളും കുറവ്, അത്രേ ഉലുവ ഇട്ടിട്ടുള്ളൂ. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ ഇതിലേക്ക് വെള്ള ചട്നിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ പണിയാരം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ചട്നി ഉണ്ടാക്കാനായിട്ട് ചുമന്നുള്ളി ഇട്ട്, ഒരു 5-6 ചുമന്നുള്ളി ഉണ്ടായിരുന്നു. വലിയ വലിപ്പമുള്ള ചുമന്നുള്ളിയ. പിന്നെ പച്ചമുളക് ഒക്കെ അരിഞ്ഞ് ഇട്ടതാണ്, അപ്പോൾ വേഗം അരിഞ്ഞ് കിട്ടുമല്ലോ. പിന്നെ നമ്മളിതിൽ ചേർത്തത് കാഷ്യൂനട്ടാണ് കേട്ടോ. കടലപ്പരിപ്പിന് പകരം കാഷ്യൂനട്ട് ചേർത്തു. പിന്നെ നാളികേരം ഒരു 1.5 കപ്പോളം നാളികേരം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ടൊന്ന് ഈ കാഷ്യൂനട്ടും ഒക്കെ മുളകും ഒക്കെ ഒന്ന് അരഞ്ഞ് വരുമ്പോൾ പിന്നെ വീണ്ടും വെള്ളം ചേർത്താൽ മതി. കുറേ വെള്ളത്തിൽ ആദ്യം തന്നെ അരച്ചാൽ ഇതൊന്നും അരയില്ല ശരിക്കും. അങ്ങനെ അരപ്പ് റെഡിയായി. ഇനി ഇതൊന്ന് താളിച്ചാൽ മതി കേട്ടോ. കടുക് വറുത്തിട്ടാൽ മതി. ഇവിടെ വെറും കടുകും കറിവേപ്പിലും മാത്രമേ വറുത്തിടാറുള്ളൂ. വറ്റൽമുളകൊന്നും ഇടാറില്ല. ഇതൊക്കെ മൂത്ത് വരുമ്പോഴേക്ക് അരച്ച് വെച്ച് നാളികേരം ചേർക്കുക, ചട്നി. എന്നിട്ട് പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചൂട് വെള്ളം ഒഴിച്ചിട്ട് ചേർക്കണം കേട്ടോ. പിന്നെ കാരണം ചട്നി നമ്മൾ അധികം തിളപ്പിക്കില്ലല്ലോ. അപ്പോൾ പിന്നെ പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും തിളയ്ക്കണ്ട. അപ്പോൾ അതുകൊണ്ട് നല്ല നമ്മൾ കുടിക്കാൻ തിളപ്പിച്ച് വെച്ച വെള്ളമാണ് ഒഴിച്ചത്. അങ്ങനെ ഇളക്കി തിളയ്ക്കാനൊന്നും നിൽക്കണ്ട, ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ നമ്മൾ ചട്നി റെഡിയായി. പിന്നെ നമ്മൾ ഇഡലിയുടെ മാവ് ഉണ്ടായിരുന്നതുകൊണ്ട് പണിയാരം ഉണ്ടാക്കാൻ പോവാം. പ്ലെയിൻ വേഗം ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ ഓയിൽ ഒഴിക്കുന്നത് കണ്ടില്ലേ, ശ്രദ്ധിച്ചില്ലേ? നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ ഇതുപോലെ തുള്ളി ഒഴിച്ചാൽ മതി. മറ്റേതൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ചുറ്റും ഒന്ന് ബ്രഷ് കൊണ്ടോ കൈ കൊണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ ഓയിൽ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഇതാണ് ലൂസ് കേട്ടോ. ഇങ്ങനെ ലൂസിൽ ഒഴിക്കണം. അപ്പോൾ ആദ്യം നല്ല കുറച്ച് ചൂടിൽ വയ്ക്കുക. എന്നിട്ട് പാത്രം ചൂടായി കഴിഞ്ഞാൽ, എണ്ണയും ചൂടായി കഴിഞ്ഞാൽ തീ ഒരു സിമ്മിലും മീഡിയത്തിൽ ഇടയ്ക്ക് വയ്ക്കുക. അങ്ങനെ വെച്ചിട്ട് ഇത് വേവിച്ചാൽ മതി. ഒരു 3/4 ഭാഗത്തോളം ഒഴിച്ചാൽ മതി കേട്ടോ. മുഴുവൻ ഫുള്ള് ഒഴിക്കണ്ട, പിന്നെ പൊന്തിങ്ങനെ വരാൻ സ്ഥലം ഉണ്ടാവില്ലല്ലോ. 3/4 ഭാഗം ഒഴിച്ചാൽ മതി. കുറച്ച് ഭാഗം ഇങ്ങനെ ഒഴിച്ചിടുക സ്പേസ്. ഞാനിത് കുറച്ച് നേരം അടച്ച് വയ്ക്കുക. 1 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ തീ മീഡിയത്തിനേലും കുറവ്, സിമ്മിലും കൂടുതൽ, അങ്ങനെയായിട്ട് 1 മിനിറ്റ് അടച്ച് വെച്ചിട്ട് പിന്നെ ഇത് മറിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇത് അടച്ചു വയ്ക്കണ്ട. ഇപ്പോൾ കണ്ടില്ലേ, അടിഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ വന്നു കേട്ടോ. നല്ല ഗോൾഡൻ കളറൊക്കെ ആയി വന്നു. അങ്ങനെ 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മറ്റേ ഭാഗം മൊത്തം വെന്തു. അങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ള പണിയാരം റെഡി. ഇതുണ്ടാക്കാൻ സുഖം. ഇതിൽ പിന്നെ സബോളയും പച്ചമുളകൊന്നും അരിഞ്ഞിടണ്ടല്ലോ, വേഗം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഇത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം കേട്ടോ. നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്. ബൈ.